ഹലോ ഗൈസ്, മുഹമ്മദ് സ്വാഗതമാണ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളേ കുരുമുളകിൻ്റെ തെയ്യ്, നല്ല പന്നീർ കുരുമുളകിൻ്റെ തൈകൾ രണ്ട് വള്ളിയിൽ നിന്ന് തന്നെ എത്രത്തോളം തൈകൾ ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഒരേ രണ്ട് വള്ളിയാണ് നമ്മൾ അതിന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് വള്ളിയിൽ നിന്നാണ് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഇതിങ്ങനെ കീസ കൊടുത്തിട്ട് ഏകദേശം 2-3 മീറ്ററിലേറെ സ്ഥലമേ അങ്ങനെ കൊണ്ടുപോയതാട്ടോ. ഒരുപാട് തൈകളുണ്ട്. അങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് ആ പോസ്റ്റിലോട്ടാണ് കയറ്റാൻ വേണ്ടിയിട്ട് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ കണ്ണി വന്നിട്ടുണ്ട്. അവിടെ പുതിയ ശിഖരം വന്നതിലൊക്കെ കണ്ണി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മഴ പെയ്തോടുകൂടി ഇവിടെയൊക്കെ തല പൊട്ടലും തുടങ്ങി, പുതിയ തല പൊട്ടലും തുടങ്ങിയിട്ടുണ്ട്. ഇതുകൊണ്ട് പുതിയ തലകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഫുള്ള് തല പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യണം, ഇതുപോലൊക്കെ ക്ലിപ്പ് വെച്ചിട്ടാണ് ചെയ്ത് കണ്ടു കേട്ടോ. അപ്പോൾ ക്ലിപ്പ് നമ്മളിപ്പോൾ എടുക്കുകയാണ്, കണ്ടില്ലേ? നല്ല അലുമിനിയത്തിൻ്റെ കമ്പിയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതുപോലത്തെ ക്ലിപ്പിംഗ് സിസ്റ്റം, ക്ലിപ്പിങ്ങിലൂടെ കുരുമുളകിൻ്റെ തെയ്യിനെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ള ഒരു പരിപാടിയാണ്. ഇങ്ങനെ നഴ്സറിയിലൊക്കെ ഇതുപോലെ ഈ മെത്തേഡ് തന്നെയാണ് ചെയ്യൽ. വലിയ വലിയ നഴ്സറികളിലൊക്കെ ഇതുപോലത്തെ മെത്തേഡിലൂടെയാണ് തൈകളെ ഉണ്ടാക്കിയെടുക്കൽ കേട്ടോ. അപ്പോൾ അതിനിങ്ങനത്തെ ക്ലിപ്പ് കുറേ വേണം. അപ്പോൾ നമുക്ക് എത്ര തൈകളും വേണമെങ്കിലും എന്ത് ചെയ്യാം, ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് വെട്ടുന്നൊരു പരിപാടി. അപ്പോൾ മഴ തുടങ്ങിയില്ലേ, അപ്പോൾ മഴ തുടങ്ങിയ സമയത്ത് ഇപ്പോൾ വെട്ടാഞ്ഞാലേ ഇനി കമ്പുകൾ പൊട്ടിയിട്ട് പുതിയ തല വന്നിട്ടേ അതിവിടെ പടർന്ന് വരും. അപ്പോൾ നമുക്ക് വേഗം തെയ്യാക്കിയെടുക്കണം. അപ്പോൾ തെയ്യാക്കിയെടുക്കുന്ന ഒരു പരിപാടിയാണ്. കുറേ ആളുകൾ നമ്മളീ പരിസരത്തുള്ള തെയ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ നമുക്കിങ്ങനെ നടാം. അപ്പോൾ ധാരാളം തെയ്കളുണ്ട് കേട്ടോ. അപ്പോൾ 2 തെയ്യ് പടം നിർത്തിയിട്ട് 2 പാക്കറ്റ് നിർത്തിയിട്ട് ആ തല അങ്ങോട്ട് കയറിയതിനെ നേരെ അവിടെ കയറിയിട്ട് മണ്ണിൽ ആ പോസ്റ്റിൻ്റെ അടിയിൽ തന്നെ നട്ടു കൊടുക്കണം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് തെയ്യാക്കിയെടുക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ള രീതിയിലാണ് അപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അത് ആർക്കും ചെയ്യാൻ പറ്റിയ ഒരു പരിപാടി കേട്ടോ, ആർക്കും ചെയ്യാം. നേരെ നമ്മളിവിടെ പോയിട്ട് ഫസ്റ്റ് ഇവിടെ നിന്നാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇവിടുന്ന് കട്ട് ചെയ്യാണ്. ഇതിൽ ഇത്ര അകലത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യുക. കണ്ട, ഇപ്പോൾ വള്ളി ഫ്രീ ആയി. അത് കണ്ടില്ലേ? ഇനി നേരെ ഇവിടെ വെച്ച് കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്ത് പോരാ. ഇങ്ങനെ കൃഷി ഉണ്ടാക്കേണ്ട രീതി, അതിൻ്റെ മെത്തേഡ് ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അത് നേരിട്ട് നട്ട് കൊടുക്കുക. അത് പൊന്തിച്ചിട്ട് എന്നോട് പൊന്തിച്ച് കൊടുത്താൽ മതിട്ടാ. ഏകദേശം എത്ര ഒരു 6-7 തെയ്യപ്പായി. ഇനിയും കട്ട് ചെയ്യാണ്ട്, ഒരുപാട് കട്ട് ചെയ്യാണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ ഉടനെ കുരുമുളകിൻ്റെ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല പന്നീർ, ഏകദേശം ഒരു 6 ഇഞ്ചൊക്കെ നീളം വരുന്ന നല്ല തോക്കയാണിത്. നല്ല മണിവൽപ്പുള്ള കുരുമുളകാണ്. പന്നീർ വള്ളി ഇങ്ങനെ മുറിച്ച് കൊടുക്കുക. അങ്ങനെയാണ് കട്ട് ചെയ്തിരിഞ്ഞത്. നിർത്തി വെക്കുന്ന സമയത്ത് ലേശം സകലം നമ്മളെ സാഫ് ഒന്നാണ്ട് പുരട്ടി കൊടുക്കുക, അടിയിലും മുകളിലും. വല്ല പങ്കസ് വീടും അതൊന്നും വരില്ല. കണ്ടേ? ഇതാർക്കും ചെയ്യാൻ പറ്റിയ കുറേ പഴയ കീസകളാണ്. നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ പഴയ കീസകളാണ്. നല്ല പൊടികളൊക്കെ കൊടുന്ന കീസകളായാലും മതി. അപ്പോൾ വേര് നല്ലോണം ഇറങ്ങിയിട്ടൊക്കെ റൂട്ടീൻസ് അടിയിലേക്ക് പോയിട്ടുണ്ട്. നല്ല റൂട്ടിങ് വന്നിട്ടുണ്ട്. അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. കുരുമുളകിൻ്റെ തൈ ഇപ്പോൾ മഴ പെയ്ത് കൊണ്ടിരിക്കല്ലേ, അപ്പോൾ പെട്ടെന്ന് പൊടിക്കും.
ഇപ്പം നട്ട് വെച്ചാൽ പെട്ടെന്ന് പുതുക്കാവുന്ന സമയം കൊണ്ട് വേരൊടിച്ച് വേരൊക്കെ തലപ്പ് വരൽ തുടങ്ങും. അതാണ് ഇപ്പോൾ വെട്ടിയേക്കാൻ കാരണം കേട്ടോ. ക്ലിപ്പിംഗ് സിസ്റ്റം, അങ്ങനെയാണ് കുരുമുളകിൻ്റെ തൈ ഉണ്ടാക്കിയെടുക്കൽ. ധാരാളം തൈ ഉണ്ടാക്കിയെടുക്കാം. ഒരു വ്യവസായ അടിസ്ഥാനത്തിലൊക്കെ ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ തൈ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, നഴ്സറിയിലോ എവിടെയെങ്കിലുമൊക്കെ കൊടുത്തിട്ട് തയ്യാക്കാം. അപ്പോൾ എന്തായി, ഇത്രയാണ് പോകുന്നത്. ലാസ്റ്റ് ഇപ്പോൾ എത്ര തയ്യായി അറിയാം. ഇത് ഞാൻ അവിടെ നിർത്തുകയാണ് കേട്ടോ. അത് നമ്മൾ എടുക്കുന്നില്ല. അത് നമുക്ക് ആ മരത്തിലോട്ടാണ് ആ കീസ ഊരിയിട്ട് നേരെ അവിടെ നട്ടു കൊടുക്കുന്ന ഒരു പരിപാടി കേട്ടോ. ക്ലിപ്പ് നമുക്കും വീണ്ടും ഉപയോഗിക്കാം. ഇവിടെയൊക്കെ വേര് പിടിച്ചിട്ടുണ്ട് അവിടെയൊക്കെ. ഇനി എല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ടേ സെപ്പറേറ്റ് എടുത്ത് വെക്കുന്ന പരിപാടി കേട്ടോ. അപ്പോൾ എടുത്ത് വെച്ചോട്ടെ. അപ്പോൾ ചങ്ങായിമാരെ, ഇത് കണ്ടാണ് ഇത്രയും തഴികളെ 2 വള്ളിയിൽ നിന്ന് കഴിഞ്ഞ ഏകദേശം ഒരു 6 മാസമായി. 6 മാസം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത തൈകളാണ് കേട്ടോ. ഒരേ 2 വള്ളിയിൽ നിന്ന് 2 ലൈനായിട്ട് 2 വള്ളീനെ ഒന്നിച്ച് കിട്ടിയപ്പോൾ ഒരേമാതിരി കീസ വെച്ചുകൊടുത്തു, നീട്ടിക്കൊണ്ടു. ഏകദേശം 34 തൈ ഇപ്പം നമുക്ക് എന്തായി 2 വള്ളിയിൽ നിന്ന് കിട്ടിയിട്ടാണ്. ഓരോരോ മുട്ട്. ഇനിയിപ്പോൾ ഇതിനെന്ത് ചെയ്യണമെന്നറിയോ, ഇതിനൊക്കെ നീർത്തി വെച്ച് കൊടുക്കണം. ഇതിപ്പോൾ ഒന്ന് നീർത്തി വെച്ച് കണ്ടില്ലേ, ഇതുപോലെ നീർത്തി വെച്ച് കൊടുക്കണം. ഡബിൾ ഉണ്ട് ഇതിമേൽ. ഇതുപോലൊക്കെ പൊടിപ്പ് വേർപടങ്ങി നല്ല വള്ളിയായി മാറും. അപ്പോൾ ഇതിമേലൊക്കെ കുറച്ച് സാഫ് പരട്ടി കൊടുക്കണം. സാഫ് പരട്ടി കൊടുത്തിട്ട് നേരെ നിർത്തി വെക്കുക. ആണ് നമ്മൾ ക്ലിപ്പായിട്ട് ഉപയോഗിച്ചുകൊണ്ട് കേട്ടോ. കുറേ എടുത്ത് വെച്ചാണ്, ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി എടുക്കാത്ത ഭാഗങ്ങൾ ആദ്യം വരുന്ന ഓരോരോ മുട്ട് വരുന്നതിനനുസരിച്ച് ഇങ്ങനെ ക്ലിപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ക്ലിപ്പിട്ട് കൊടുത്തിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ സിമ്പിൾ പണിയാണ്. അല്ലെങ്കിൽ ഈർക്കിളിയാലും മതി. ഈർക്കിളിയാകുമ്പോൾ 2 ഡബിൾ ഈർക്കിളിയൊക്കെ വെച്ച് കൊടുക്കണം. ഈർക്കിളി ചിലപ്പം പൊന്താനൊക്കെ സാധ്യതയുണ്ട്. അറ്റ് കഴിഞ്ഞാൽ മേപ്പട്ടേക്ക് പൊന്തും വള്ളി. പക്ഷേ ഇങ്ങനെ ഒരു കമ്പി ആയാൽ ഇതിപ്പോൾ നമുക്ക് റോട്ടുമേൽ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ കിട്ടുന്നതാണ് ഈ കമ്പി. ലൈമാന്മാർ പൊട്ടിച്ചിടുന്ന കമ്പികൾ കഷ്ണങ്ങളുണ്ടാവും, അത് വെറുക്കി കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെ ചെയ്താട്ടാ. അപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്താ നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് പരമ്പര കർഷകൻ എന്നാണ്. അപ്പോൾ അതെന്തേ കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ, അങ്ങനെ കൊടുക്കാൻ കാരണം ഇതന്നെയാണ്, ഇതുകൊണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൃഷി ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെ അപ്പോൾ നമ്മളെ മുതിർന്ന ആളുകളെ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ള പരിചയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പഴയ കാലം തൊട്ട് തന്നെ ചെറുപ്പം മുതൽ തന്നെ കൊടിയായിട്ടും വെറ്റില കൊടിയായിട്ടും തോട്ടങ്ങളായിട്ടും കൃഷിയായിട്ടുള്ള ആൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പരമ്പര കർഷകൻ എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾ നമ്മളെ ചാനൽ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നിങ്ങളും കൃഷിനെ സ്നേഹിക്കുന്ന, കുരുമുളകിനെ സ്നേഹിക്കുന്ന, കൊടിവള്ളിയെ സ്നേഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. ധാരാളം കൊടികൾ ആക്കിയെടുക്കുക. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളെ ഷാപ്പ് എന്ന് പറഞ്ഞ സാധനം കേട്ടോ. ഏത് ചെടികൾക്കും നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ ഇതുപോലൊക്കെ ഒരു പൗഡറാണ്. അപ്പോൾ ഇതാണ്ട് കുറേശ്ശെ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുറിയത്തലക്കൊക്കെ ഇങ്ങനെ കുറേശ്ശാണ് പുരട്ടി കൊടുത്തിട്ട് ആണ് പരിപാടി. ഇനി പൊന്തി നിൽക്കുന്ന തല മേപ്പോട്ടേക്ക് പൊന്തിച്ച് കൊടുക്കുക, മറ്റേ താഴോട്ടേക്കും ആക്കി കൊടുക്കുക. താഴോട്ട് മണ്ണിലൊന്ന് ഇറക്കി കൊടുക്കുക. കണ്ടില്ലേ? പിന്നെ ഇതിൻ്റെ ഈ ലീഫൊക്കെ ഒന്ന് ചെറുങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ലീഫ് കട്ട് ചെയ്ത് ചെയ്യാഞ്ഞാൽ അപ്പോൾ ഉള്ള ജലാംശം അത് വലിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അത് വേണ്ട. അപ്പോൾ ഇതേമാതിരി പുരട്ടി കൊടുക്കുക. കാണുന്നിട്ട് വിചാരിക്കുക. ഇതേമാതിരി പുരട്ടി കൊടുക്കുക. തലക്കൊന്ന് പൊന്തിച്ച് കൊടുക്കുക. ഈ മൂട് ഭാഗം ഒന്നവിടെ താത്തി കൊടുക്കുക മണ്ണിലോട്ട്. എന്നിട്ട് പിന്നെ വളമ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ സാറായിട്ട് വരും. ഒരാഴ്ച നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഈ മായ ചാറുന്നതുകൊണ്ട് പെട്ടെന്നായി കിട്ടും വള്ളിയാൾ. അപ്പം ഞാൻ മൊത്തം പറ്റി കൊടുക്കട്ടെ. 1-2 തന്നെ. അപ്പം ചങ്ങന്മാർ ഇതുപോലെ ഒരു കൊള്ളി ഉണ്ടാക്കണം കേട്ടോ. അങ്ങനെയേ ഇതുപോലെ ഒരു കൊള്ളി ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മൂട് മെല്ലെ ഇവിടെ ഒന്നാണ്ട് ചെറുങ്ങനെ താത്തിയിട്ട് ഇങ്ങനെ നിർത്തി കൊടുക്കുക.
ഇങ്ങനെ നിർത്തിയിട്ട് ഇവിടെ നിർത്തിയവിടെ വെക്കാൻ കേട്ടോ. ഇങ്ങനെ നിർത്തി വെച്ചാൽ യവൻക്കുണ്ടാക്കിയെടുക്കുക. അങ്ങനെ കുരുമുളകിൻ്റെ തൈകൾ സിമ്പിൾ പരിപാടി കേട്ടോ. ഇനി ലീഫ് കട്ട് ചെയ്ത് കൊടുക്കണം. ലീഫ് കട്ട് ചെയ്തില്ലെങ്കിൽ പണിയാവും. ലീഫ് കട്ട് ചെയ്തില്ലെങ്കിൽ വേര് ഇളകരുത്. വേരിളകാതെ മെല്ലെ അവിടെ തന്നെ വെച്ച് കൊടുക്കുക. ഏകദേശം ഒരു മാസം കൊണ്ട് എന്താവും, കുരുമുളകിൻ്റെ തൈ റെഡിയാവും. അപ്പോൾ ഇതെല്ലാം മൊത്തം അങ്ങനെ ചെയ്യണം കേട്ടോ. ചെയ്തിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് വളമേ പച്ചവളമൊക്കെ തന്നെ കലക്കി ഒഴിച്ചു കൊടുത്താൽ സംഭവം റെഡിയാവും. ഇപ്പം എന്താ നഴ്സറികളിലൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ്. പഴയ കാലത്തൊക്കെ നമ്മൾ നല്ല തല മുറിച്ചിട്ട് ഇടലായിരുന്നു, വേണ്ടിയില്ലേ. അപ്പോൾ ഇതേ രീതിയിൽ എന്ത് ചെയ്യുക, എല്ലാം നിർത്തി വെക്കുക. നിവർത്തി അതിൻ്റെ അടിഭാഗം നേരെ മണ്ണിലോട്ട് ഉണ്ടാക്കി വെക്കുക. ഇത് മുകൾ ഭാഗമാണ്, പൊന്തി നിൽക്കുന്ന ഭാഗം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. ഇത് ഇനി നല്ലൊരു സ്ഥലത്തോട്ട് വെയിലെത്താത്തൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചാൽ ഏകദേശം ഒരു 10-40 തെയ്യ് നമുക്ക് റെഡിയാവും. രണ്ട് കേസ് അവിടെ സ്റ്റോക്ക് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അതിനിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയാം, ഇത് നേരെ ഈ പോസ്റ്റിലോട്ട് കയറ്റാൻ പോവാണ്. അപ്പോൾ അവിടെ കണ്ണി വന്നിട്ടുണ്ട്, നല്ലോണം കണ്ണി കുത്തൽ തുടങ്ങി. ഇവിടേക്ക് കയറി കണ്ണി കുത്തൽ തുടങ്ങി. നിലത്തുനിന്ന് കണ്ണി ഉണ്ടായിരുന്നില്ല, ഇപ്പം എന്തായാലും കണ്ണിയായി. അങ്ങനെ തലഞ്ഞ് വരും. അപ്പോൾ ഇത് എന്താ, ഇത് അപ്പോൾ കാലുമേലോട്ട് പോകും. മറ്റത് നമുക്ക് തെയ്യാക്കി എടുക്കാം. അപ്പോൾ ഇത് ഇവിടെ കയറിയിട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടിയാണ് കേട്ടോ. ടെക്നിക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, കുരുമുളകിൻ്റെ തൈകളെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാർക്കും ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ കഴിയുന്ന ആളുകൾ എന്ത് ചെയ്യുക, കുരുമുളക് കൃഷി നമ്മളെ വീട്ടിൻ്റെ മരത്തൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമുക്കൊക്കെ ഇപ്പോൾ കുരുമുളക് തണ്ട അതൊക്കെ കുരുമുളക് ഉണ്ടാകണം. ഒരുപാട് കുരുമുളകിൻ്റെ വള്ളികളുണ്ട് കേട്ടോ. നല്ലോണം കുരുമുളക് ഉണ്ടാകും. കോൺക്രീറ്റിൻ്റെ വലിയ പോസ്റ്റുകൾ ഉണ്ടാക്കിയിട്ട് ആ പോസ്റ്റിലാണ് ഇപ്പോൾ നമ്മൾ കുരുമുളക്. ഇപ്പം തന്നെ തോക്കായി കഴിഞ്ഞിട്ടാ, കണ്ടേ തോക്ക. മഴ പെയ്തിട്ടില്ല, അപ്പോൾ ഇതിനെ തോക്കായി. 2 അട്ടി തോക്കുണ്ടാവും ഇപ്പോൾ നമുക്ക് ഇതിൽ. ഇത് ഫസ്റ്റ് ഒരട്ടിയായി, ഞാൻ ഒരട്ടിയും കൂടി ഉണ്ടാവും. വലിയ തോക്കായിട്ടാണ് വരിക. അത് പന്നീർ മുളകാണ്. അപ്പുറത്തൊക്കെ ഉണ്ട്, അപ്പുറത്താവുന്നുള്ള കാല്. അപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്കൊക്കെ അടിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കുക. ഇതുപോലെ നിങ്ങളുണ്ടാക്കിയെടുക്കുക. എല്ലാവർക്കും നല്ലതായിട്ട് മുഹമ്മദ് സ്വാഗതമാണ്.